ഹലോ ഹായ്. ഇന്നും ഒരു ചോക്ലേറ്റ് പ്ലം കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, ഒരു വെറൈറ്റി ആയിട്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ആയിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ചോക്ലേറ്റ് പ്ലം കേക്കാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്കിതാ ഇതുപോലെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സൈഡൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സ്പൂൺ കൊണ്ട് ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി തന്നെ കൊടുക്കണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം 1 കപ്പ് മുന്തിരി വൈനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കരയാമ്പ് പൊടിച്ചത്, 1/2 ടീസ്പൂൺ പട്ടയുടെ പൊടി ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സാണ് കേട്ടോ ചേർക്കുന്നത്. ഡ്രൈ ബെറീസ്, കിസ്മിസ്, ടൂട്ടി ഫ്രൂട്ടി, ചെറി, കറുത്ത മുന്തിരി, പിന്നെ കുറച്ച് ഈന്തപ്പഴം വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് നല്ലപോലെ വറ്റിയിട്ട് വരണം. ഇതിലേക്ക് നട്ട്സും കൂടി ചേർക്കണം, അത് ലാസ്റ്റാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വറ്റിയെല്ലാം വന്നിട്ടുണ്ട്. ഇത്ര മതി കേട്ടോ. അപ്പോൾ ഇനി ഇതിപ്പോൾ നല്ല പോലെ ഒന്ന് തണുക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് കൊക്കോ പൗഡർ. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു പിഞ്ച് ഉപ്പ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഒരു 3 തവണ ഞാൻ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 3 തവണ അരിച്ചെടുത്തിട്ട് ഇതങ്ങ് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് മുട്ടയൊക്കെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ 3 കോഴിമുട്ടയാണ് കേട്ടോ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ കേക്ക് മിക്സറിലാണ് കേട്ടോ ഇത് ചെയ്തത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒരു ഹൈ സ്പീഡിൽ ഒന്ന് അടിച്ചെടുക്കാം. ഇനിയിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര 1/4 കപ്പാണ്. 1/4 കപ്പ് നമ്മൾ കാരമൽ ചെയ്ത് 1/2 കപ്പ് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് ഓയിലും അതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഓറഞ്ച് മെർമലേഡാണ് കേട്ടോ ചേർക്കുന്നത്. അതൊരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ മിക്സ് ഉണ്ടല്ലോ ആ പൊടികളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഹൈ സ്പീഡിൽ ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗവും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പാച്ചില വെച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ തണുക്കാൻ വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ട് മിക്സാക്കി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ നട്ട്സാണ് കേട്ടോ ചേർക്കുന്നത്. അത് 1/2 കപ്പ് നട്ട്സ് എടുത്തിട്ട് ഒന്ന് കുത്തി പൊട്ടിച്ചിട്ട് ഞാൻ നേരത്തെ അരിച്ച് വെച്ചിരുന്നതിൽ നിന്ന് കുറച്ച് മൈദയുടെ മിക്സ് കുറച്ച് അതിലൊന്ന് മിക്സാക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് പതുക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ 8 ഇഞ്ച് വരുന്ന കേക്കിൻ്റെ ടിന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓയിലൊക്കെ തടവിയിട്ട് ഒരു ബട്ടർ പേപ്പറൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഓവനിലേക്ക് മാറ്റി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുറന്നിട്ട് കുറച്ച് നട്ട്സും ചെറിയെല്ലാം ഇട്ട് കൊടുത്ത് അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു 3/4 മണിക്കൂർ എടുക്കണം കേട്ടോ ബേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്ത് എടുത്ത് ചൂടാറാൻ വെച്ചിട്ടുണ്ട്.
അപ്പോൾ അതാ നമ്മുടെ കേക്കിൻ്റെ ചൂടൊക്കെ നല്ല പോലെ ആറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പിറ്റേ ദിവസമാണ് ഇത് മുറിക്കുന്നത്. അപ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ അറിയണത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ആ വൈനിൻ്റെയും ചോക്ലേറ്റിൻ്റെയും കാരമൽ സിറപ്പിൻ്റെയൊക്കെ ആ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. അപ്പം നല്ലൊരു ക്രിസ്മസ് ആശംസയുണ്ട്. നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.